രേഖാചിത്രം സിനിമയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. കാരണം അത്രയും മികച്ച നല്ല സ്ക്രീൻ പ്ലേ ഉള്ള നല്ല സ്ക്രിപ്റ്റ് വർക്കുള്ള നല്ലൊരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും നല്ലൊരു സിനിമയാണ്. ഈ സിനിമ വിജയിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മലയാളത്തിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിൽ ഇത് ഇറക്കാൻ സാധ്യല്ല. കാരണം അങ്ങനത്തെ ഒരു പടമാണ്. കാരണം മലയാളത്തിന്റെ സ്വന്തം സിനിമയാണ്. ഈ സിനിമക്കുള്ളിൽ പറയുന്ന സിനിമ പോലും മലയാളികൾക്ക് മാത്രമായിരിക്കും. സിനിമയിൽ സ്റ്റാർ കാസ്റ്റ് ആയിട്ട് വരുന്നത് ഒന്ന് ആസിഫ് അലിയാണ്, പിന്നെ അനശ്വര രാജൻ, മനോജ് കെ ജയൻ, ജഗദീഷ്, ഇന്ദ്രൻസ്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ പണ്ട് കാലത്തുണ്ടായ ഒരുപാട് ആൾക്കാരെ പോലും ഈ സിനിമയിൽ, പിന്നെ നമുക്ക് പേര് പറയാൻ പറ്റാത്ത ഒന്ന് രണ്ട് ആൾക്കാരും ഈ സിനിമയിലുണ്ട്. അപ്പം സ്റ്റാർ കാസ്റ്റ് എന്നുള്ളതിലൂടെ എനിക്ക് എല്ലാം നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റൂല. പക്ഷെ നമുക്ക് എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. അതിലൊന്ന് സംവിധായകന്റെ പേരാണ് ജോഷിൻ ടി ചാക്കോ. അദ്ദേഹം തീർച്ചയായും കയ്യടി അർഹിക്കുന്നുണ്ട്. ഇങ്ങനൊരു സിനിമ ഇത്രയും നല്ല പക്ക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എഴുത്തിലും അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേയിലും ഡയറക്ഷനിലും എല്ലാ വിഭാഗത്തിലും അത്രയും നന്നായിട്ട് അത് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതിന്. അതിനൊപ്പം കയ്യടി അർഹിക്കേണ്ട പേരാണ് വേണു കുന്നപ്പള്ളി എന്ന പ്രൊഡ്യൂസർ. ആൽമെഗ മീഡിയയും അതുപോലെ തന്നെ കാവ്യ ഫിലിം കമ്പനിയും ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരാണ് വിതരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ എടുത്തു പറയണം. അത് മാത്രവുമല്ല, ഇതിന് പിന്നിൽ നമ്മുടെ രചന നിർവഹിച്ച് സ്ക്രീൻ പ്ലേ തയ്യാറാക്കുന്നതിൽ പ്രധാനമായിട്ടും സ്ക്രിപ്റ്റ് എഴുതിയത് രാമു സുനിലാണ്. അദ്ദേഹത്തിന്റെ ആണ് കഥ. രാമു സുനിലിന്റെ ഒപ്പം ജോൺ മന്ത്രിക്കൽ എന്ന വ്യക്തിയും ചേർന്നിട്ടാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത്. സ്ക്രീൻ പ്ലേയിലാണ് ഈ സിനിമ അത്രയും കിടക്കുന്നത്. ആസിഫ് അലിയുടെ കിഷ്കിന്ധകാണ്ഡം എന്ന സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലി അടുത്തതായിട്ട് വന്ന പ്രൊജക്റ്റാണ് ഇത്. ആസിഫ് അലിന്റെ കരിയറിലേക്ക് ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ് ചെയ്യുന്ന രണ്ട് സിനിമകൾ അടുത്തടുത്ത് ഇറങ്ങിയത്. ഇത്രയും കാലം ആസിഫ് അലി എന്ന നടനെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഒരിക്കലും ഇനി കുറ്റം പറയില്ല, അല്ലെങ്കിൽ അത് പറയാൻ കുറേം കൂടി ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന രണ്ട് സിനിമകളാണിത്. പിന്നെ ഈ സിനിമയുടെ ക്യാമറ, ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രാഫി, അതുപോലെ തന്നെ പിന്നെ CG വർക്ക്, മേക്കപ്പ്, ഇതൊക്കെ കയ്യടി അർഹിക്കേണ്ട രീതിയിൽ തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതില് പേര് പറയാൻ പറ്റാത്ത രണ്ട് താരങ്ങൾ, ഒരാളെ പേര് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല, എന്നാലും അതങ്ങനെ കിടന്നോട്ടെ. രണ്ട് സ്റ്റാർ കാസ്റ്റ് ഇവിടെ ഉണ്ട്. അവർ സിനിമക്ക് നൽകിയ ഒരു എനർജി ഉണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ശരിക്കും പറഞ്ഞാൽ അതെവിടെയും അവർ യൂസ് ചെയ്തിട്ട്, അത് സിനിമയുടെ പോസ്റ്ററിലോ കാര്യങ്ങളിലോ ഒന്നും ഉപയോഗിക്കാതിരുന്നിട്ട് കൂടിയും സിനിമ ഇത്രയധികം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അവർക്കത് ഉപയോഗിച്ച് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സിനിമ ഏത് ലെവലിൽ പോയനെ. ഒരു പക്ഷെ ഇതിനിടയിൽ എബ്രഹാം ഓസ്ലർ എന്ന പടം, ജയറാമിന്റെ പടം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ നമ്മുടെ പുറത്തു പറയാൻ പറ്റാത്ത ആളെ ഫസ്റ്റ് തന്നെ റിവീൽ ചെയ്യുന്ന രീതിയിൽ, സിനിമക്കാരല്ല പിന്നെ സിനിമയുടെ പുറത്തേക്ക് വരുമ്പം അദ്ദേഹത്തിന്റെ പേര് വെച്ചാലേ ഈ പടം ഓടൂ എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടുണ്ടെങ്കിലും ആ രീതിയിലൊന്നുമല്ല ഈ പടം പോകുന്നത്. ഈ പടത്തിന്റെ ഇത് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ആണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉറപ്പിച്ച് എനിക്കത് പറയാൻ പറ്റും. പിന്നെ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം കാതോട് കാതോരം എന്ന പടത്തിന്റെ ഒരു പിന്നെ ഇത് ഉണ്ട് എന്നുള്ളത്. അത് മാത്രമല്ല, ആ സമയത്ത് തന്നെ ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇത് നമുക്ക് ഇതിനിടയിൽ ഇറങ്ങിയ എന്നാത്ത കേസോടിൽ കൂടിയില്ലേ. അപ്പൊ അതും ആ സിനിമയിൽ, അതായത് രണ്ട് സിനിമയുടെ റെഫറൻസും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ. കാരണം ഇത് ഈ ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്തു, ഇത്രയും സിനിമകളെ ഇതിനുള്ളിൽ കൊണ്ടുവന്നു. ആ സിനിമക്കുള്ളിൽ ആ സിനിമയുടെ സമയത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അത് എഴുതി വെക്കണമെന്നുണ്ടല്ല, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കാരണം ഇവർ ഓരോ സാധനങ്ങളും ഇങ്ങനെ 1 by 1 ആക്കി ഇതിലേക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ എവിടെ നിന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവര് അത് എടുത്തിട്ടുണ്ടാവില്ല, എത്ര ചിന്തിച്ചിട്ടായിരിക്കും ഈ വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ്. കാരണം അത് മാത്രമല്ല, ഇത് ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാം സമ്മതിക്കുമോ? ഇവരെല്ലാവരും സമ്മതം വാങ്ങണം. ഇപ്പം സിനിമേന്റെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിയുടെ പെർമിഷനോട് കൂടി അല്ലാതെ ഈ സിനിമ സാധിക്കില്ല എന്ന് പറയുന്നത്. മമ്മൂട്ടി മാത്രമല്ല, ആ സമയത്ത് ആ സിനിമക്ക് ഉള്ളിൽ പ്രവർത്തിച്ച ആ പിന്നെ കാതോട് കാതോരത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ആളുകളും ഇതിനെ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ടാവണം. അതുമാത്രമല്ല, കുറെ വ്യക്തികളായി തന്നെ വരുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സ്, അല്ലാതെയുള്ള കുറെ ആൾക്കാർ. ഇവരൊക്കെ സമ്മതിച്ചാലേ നമുക്ക് ഇതിലൊരു വരി പോലും എഴുതാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് ഈ പടം പോകുന്നത്. പിന്നെ ഞാൻ ചെറിയ ഒരു 3
നെഗറ്റീവ് പറയാം. അതൊരു നെഗറ്റീവാന്ന്, പക്ഷെ അതൊരു ബാധിക്കുന്ന ഒരു നെഗറ്റീവ് ഒന്നല്ല. ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഇതിലൊരു ഡി-ഏജിങ് സംഭവം നടത്തിയിട്ടുണ്ട്. അത് ആരതാണ് എന്താണെന്നില്ലൊക്കെ നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. മീൻസ് അതില് ശരിക്കും പറഞ്ഞാൽ ഇതില് ഒരാള് ആ സമയത്ത് അയാളെ കാണുന്നില്ല, നമുക്കത് അങ്ങനെ തന്നെ മാറ്റാമായിരുന്നു. ഒരു അയാളെ കാണാത്ത രീതിയിൽ, എന്നാൽ ആ വ്യക്തി അതിൽ ഉണ്ട്, അയാളെ ബാക്ക് സൈഡെല്ലാം കാണിച്ചിട്ട് പോകുന്ന ആ രീതിയിൽ തന്നെ കൊടുത്താൽ മതിയായിരുന്നു. ഒരിക്കലും ഫ്രണ്ട് കാണിച്ച് അയാളെ മുഖം കാണിച്ച് അങ്ങനെ ഒരു പരിപാടി ചെയ്യണ്ടായിരുന്നു. കാരണം വെച്ചാല് രണ്ടാമതൊരു സ്റ്റാറിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാളെ കാണിക്കുമ്പം ഒരിക്കലും അയാളുടെ ഒരു ചെറുപ്പകാലത്തിൽ അയാളെ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ പരിപാടി ഇവിടെയും ചെയ്താൽ മതിയായിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ ശ്രീജിത്ത് രവി അദ്ദേഹത്തിന്റെ അച്ഛനെ കാണിച്ചിട്ട് ആ ചെറുപ്പകാലം കാണിക്കാൻ വേണ്ടി ശ്രീജിത്ത് രവിനെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെറുപ്പത്തിലും കുറച്ച് പ്രായമായിട്ടും രണ്ടാളെയും വ്യത്യസ്തമായിട്ട് തന്നെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ഥലത്ത് ഒരു കന്യാസ്ത്രീനെ കാണിക്കുന്നുണ്ട്. എനിക്ക് രണ്ടാമതായിട്ട് തോന്നിയത് ആ കന്യാസ്ത്രീനെ എന്തുകൊണ്ട് അതിന് പകരം ഒരാളെ വെച്ചൂടാ എന്നുള്ള ഒരു ചിന്ത പോയിട്ടുണ്ടായിരുന്നു. കാരണം അയാൾക്ക് തന്നെ മേക്കപ്പ് ഇട്ടപ്പം അവിടെ എനിക്കൊരു മേക്കപ്പ് പാളിയതുപോലെ. പിന്നെ എനിക്ക് തോന്നിയ മൂന്നാമതൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു പോലീസുകാരൻ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് റിക്കവർ ആവാതെ, അല്ലെങ്കിൽ ഫിസിക്കലി അയാളെ ആ ഒരു ഇതാവാതെ അയാൾക്ക് വീണ്ടും യൂണിഫോം ഇടാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് അയാൾ യൂണിഫോം ഇട്ട് അറസ്റ്റ് ചെയ്യാനൊക്കെ എത്തുന്നൊരു സാധനം അതെനിക്ക് അത്ര വർക്കായില്ല. കാരണം വെച്ചാൽ ഇത്രയധികം കഷ്ടപ്പെട്ട ആൾക്കാർ അവിടെ മാത്രം, കാരണം മറ്റാരെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ അവിടെ ഒന്നിച്ച് അവിടെ വന്ന് നിന്നോട്ടെ, അത് ചെയ്യാൻ പറ്റും, പോസിബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് പറ്റൂല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊന്നും പറയാനില്ല, പടം എന്തായാലും കണ്ടിരിക്കണം. അത്രയും നല്ല പടമാണ്. അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അവര്. വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് ഉണ്ട്. അവര് വർക്ക് ചെയ്തിട്ടോ, കാരണം കോടികളെ വർക്ക് ചെയ്തിട്ട് ഇവിടെ ചവറ് പോലത്തെ പടങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, നമുക്ക് വർത്താണ് ആ പടം, കണ്ടിരിക്കാം.